നമ്മളിപ്പോൾ ഒരു അടിപൊളി കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, നമുക്കിപ്പം ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി നല്ല ബ്ലൂമിങ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് AI ഒരു ഇൻട്രൊഡക്ഷൻ. ആദ്യം നമ്മളൊരു എന്താ പറയുക, ഒരു ഓപ്പൺ AI പ്ലേ ഗ്രൗണ്ടിൻ്റെ രൂപത്തിലാണ് ഇത് വന്നത്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഇത് കണ്ടു തുടങ്ങിയത്, ആ ഒരു യൂസേജ്. പെട്ടെന്നാണ് ChatGPT വന്നത്. ChatGPT വന്നതിനോടെ സംഗതി ആകെ മാറി, ഫുള്ള് തരംഗമായി മാറി. ഒട്ടനെ തുടരെ വരുന്നുണ്ട് അടുത്തടുത്ത ടൂളുകളായിട്ട്. ഇമേജ് ജനറേറ്റ് ചെയ്യാനും വീഡിയോ ജനറേറ്റ് ചെയ്യാനും മ്യൂസിക് ജനറേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഇപ്പോൾ ടൂൾ അവൈലബിളാണ്. AI ആനിമേഷൻ ടൂൾ അവൈലബിളാണ്. ഈവൺ ഞാൻ ഇതിനിടയിൽ ഒരു ദിവസം കണ്ടു, സിനിമ വരെ നമുക്ക് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. നമ്മളിന്ന് കുറേ AI ടൂളുകൾ കാണുന്നുണ്ട്. അതിൽ ഇമേജ് ജനറേഷനിൽ പ്രോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു ടൂളാണ് മിഡ് ജേണി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, ഇങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഈ ടൂളുകൾക്കുള്ള മെയിനായിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ജനറേഷനിൽ പാളിച്ചകളാണ്. ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റുകളൊന്നും ആയിരിക്കില്ല വരിക, ഫുൾ ഗാർബേജ് വരിക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് റീഡിഫൈൻഡ് ബൈ AI എന്നുള്ള എൻ്റെ ചാനലിൻ്റെ നെയിം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ എന്താ പറയുക ജഗിൾ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. അവിടെയാണ് ഈ ഒരു പുതിയ ടൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. കുറേ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ഐഡിയോഗ്രാം എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ടൂളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അതുപോലെ, അതായത് ചുമ്മാ ടെക്സ്റ്റ് മാത്രമായിട്ടല്ല വരിക. നമ്മളിപ്പോൾ ഒരു ഡിസൈനിൻ്റെ രൂപത്തിലാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ്റെ രൂപത്തിൽ നമുക്കൊരു ലോഗോൻ്റെ താഴെ ഇപ്പോൾ റീഡിഫൈൻഡ് ബൈ AI എന്നുള്ള ഒരു ലോഗോ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു റോബോട്ടിൻ്റെ പിക്ചർ, അതിൻ്റെ താഴെ എനിക്ക് ഇന്ന ഫോണ്ടിൽ ഇന്ന സ്റ്റൈലിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൂളിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇതിനിടയിൽ ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ലാസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡെപ്തായിട്ട് കുറച്ചും കൂടെ നോക്കാം. ഈ കാണുന്നത് നമ്മുടെ ഐഡിയോഗ്രാമിൻ്റെ ഹോം പേജ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളത്. Gmail അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് കുറച്ച് നാൾ മുന്നേ തന്നെ ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ആക്സസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുവന്നതിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ കാണുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആക്സസ് കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൂള് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്താ പറയുക, നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമോ ഒരു പെയ്ഡ് പ്ലാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഓരോരോ ഇമേജസാണ്. ഈസി ഫാസ്റ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുവിധെല്ലാം പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കി ഡോണ്ട് മേക്ക് ഫ്രണ്ട്സ്, ഇതൊന്നും എന്താ പറയുക മറ്റു ടൂളിൽ നമുക്ക് ഒരു തരത്തിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ടൂള് ഹൈലൈറ്റ് ആവുന്നതിന് മെയിൻ കാരണം. ഇപ്പോൾ ഈ ഒരു പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നമുക്കിതിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ്, അടിപൊളിയായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ എന്താ പറയുക ഒരു ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോം പേജിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സെർച്ച് ബാർ പോലെ. അപ്പോൾ ഇവിടെ നമ്മളെ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡിസ്ക്രൈബ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്രോംപ്റ്റ് പൊതുവെ കൊടുക്കുക. അപ്പോൾ പ്രോംപ്റ്റായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഫസ്റ്റ് ടൈം ഇതിൽ വരുന്നവർക്ക് പൊതുവെ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇതിൽ വരുമ്പോൾ ഏതാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ പോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് പേരുടെ ക്രിയേഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിങ് എന്നൊക്കെ കോളത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ രീതിയിലുള്ള പിക്ചേഴ്സ് ഓൾറെഡി പല ആർട്ടിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തത് കാണാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് ജിമ്മ് നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ജിമ്മിൻ്റെ ലോഗോ ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഡിസ്ക്രൈബ് എന്നുള്ള സ്ഥലത്ത് നമ്മളത് കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റൈൽസ് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഫോട്ടോ വേണമെങ്കിൽ ഇങ്ങനെ, പോസ്റ്റർ വേണമെങ്കിൽ അങ്ങനെ, സിനിമാറ്റിക് ആയിട്ടുള്ളതോ അല്ലെ പെയിൻറ്റിങ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ. ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോ കൊടുത്തിട്ട് ഞാനിപ്പം ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ വലതുവശത്ത്, അതിന് മുന്നേ ഈ വലതുവശത്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒരു പിക്ചറിൻ്റെ പല റേഷ്യോയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 16:9 എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു റേഷ്യോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ സ്ക്വയർ 1:1 റേഷ്യോ. ആ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 3 ഓപ്ഷൻസാണ് ഇവിടെ കണ്ടിരുന്നത്. ഇതിപ്പം റീസെൻ്റായിട്ട് വന്ന ഒരു
ടൂളായതുകൊണ്ട് ഇപ്പം ഈ ഒരു 3 ഓപ്ഷൻസേ കാണിക്കുന്നുള്ളൂ ഇവിടെ. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ഇനിയും കൂടാം, ഈ ഓപ്ഷൻസ് എല്ലാം കൂടാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചുമ്മാ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഇമേജ് ജനറേറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പൊതുവെ ഒരുവിധ എല്ലാ ഇമേജ് ജനറേറ്റർ ടൂളുകളിലും നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ഇമേജിൻ്റെ ഒരു സെറ്റായിട്ടായിരിക്കും വരിക. അത് നമുക്ക് ചില ടൂളുകൾ, ഇപ്പോൾ ലിയനാർഡോ എന്നൊക്കെ പറയുന്ന ഒരു ടൂളുണ്ട്, അതും ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതിൽ നമുക്ക് പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര ഇമേജ് വേണമെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പൊതുവെ കണ്ടുവരുന്നത് 4 ഇമേജിൻ്റെ സെറ്റായിട്ടായിരിക്കും. ഈ 4 ഇമേജിൽ നമുക്ക് വേണ്ടുന്ന ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ രീതിയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം, അത് വേണമെങ്കിൽ റീമിക്സ് ചെയ്യാം, അതിലൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ജിമ്മിൻ്റെ പേര് എന്ന് പറയുന്നത് ഇവോൾട്ട് ട്രെയിനിങ്, അത് ബാംഗ്ലൂരിലുള്ള ഒരു ജിമ്മാണ്. അപ്പോൾ അവൻ്റെ ഒരു ജിമ്മിൻ്റെ ഒരു ലോഗോ ഞാൻ ഒന്ന് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവോൾട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ് പ്രോംപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചില പിക്ചറിൽ അത് ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫുള്ള് വന്നിട്ടില്ലെങ്കിലും ചിലതിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് ഒരു തുടക്കഘട്ട, അപ്പോൾ പഠിച്ച് വരുന്നേ ഉള്ളൂ AI. അപ്പോൾ ചില ഇമേജുകൾ നല്ല അടിപൊളിയായിട്ട് വരും, ചിലത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും റീജനറേറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലാണ് നമ്മളിത് ചെയ്തു വരേണ്ടത്. അപ്പോൾ ഈ ഇവോൾട്ട് ട്രെയിനിങ് എന്നുള്ളത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സ്പെല്ലിങ്സൊക്കെ കറക്റ്റാണ്. ഒരു ഡംബൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രോംപ്റ്റിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിത്ത് എ ഡംബൽ വെക്ടർ സ്റ്റൈൽ ലോഗോ ഡിസൈൻ ഇവോൾട്ട് ട്രെയിനിങ് വിത്ത് എ ഡംബൽ 3D റെൻഡർ ഫോട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ ഒരു 3D റെൻഡർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ സ്റ്റൈൽസിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റൈൽസിൽ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് നമ്മളിപ്പോൾ സ്റ്റൈലിൽ സെലക്ട് ചെയ്താൽ ആ രീതിയിലും വരും. ഇപ്പോൾ ഇതന്നെ ഞാനിപ്പോൾ 3D റെൻഡർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇല്ലുസ്ട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ആയി വരും. ഇല്ലുസ്ട്രേഷൻ എന്നുള്ള സ്റ്റൈൽ കൊടുത്ത സമയത്ത് നമുക്ക് പിക്ചേഴ്സൊക്കെ മാറി നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു സംശയം നമുക്ക് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത പിക്ചറൊക്കെ എവിടെയെങ്കിലും വീണ്ടും നമുക്കത് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ കാണാൻ പറ്റും ഹോം പേജിനകത്ത്, അതായത് നമ്മളെ പ്രൊഫൈലിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഓരോ പിക്ചറുകളും കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇവോൾട്ട് ട്രെയിനിങ്ങിൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത പിക്ചറാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സെറ്റിൽ 4 ഇവിടെ ഉണ്ട് അതുപോലെ. അപ്പോൾ ഇതാണല്ലോ നമ്മൾ ലാസ്റ്റ് ജനറേറ്റ് ചെയ്തത്, അതിൽ ആ 4 നമുക്ക് അതുപോലെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമുക്കിപ്പം ഒരു ഇമേജ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചതിലും നമുക്ക് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനും പറ്റും. അതായത് അതിനെയാണ് നമ്മൾ റിമിക്സ് മോഡ് എന്ന് പറയുന്നത്. ഇതിലൊരു ഓപ്ഷനാണ് റിമിക്സ് മോഡ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്ചർ എടുത്തു, ഉദാഹരണത്തിന് ഈ ഒരു പിക്ചർ എടുക്കുകയാണ്. ഇവിടെ റിമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ റിമിക്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ഒരു പിക്ചറിനെ ബേസായി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആശയങ്ങൾ അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ ഞാൻ റിമിക്സിൻ്റെ മുകളിൽ ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ടെഡി ബെയറിന് പകരം ഒരു ഫോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡോഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ പേരൻറ്റ് ഇമേജ് ഏതാണ്, അതായത് ഏത് ഇമേജിനെ ബേസ് ചെയ്താണോ നമ്മൾ പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇമേജ് വെയിറ്റ്. ഈ ഇമേജ് വെയിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പേരൻറ്റ് ഇമേജിൻ്റെ എത്രത്തോളം സാമ്യത്തിൽ നമ്മൾ പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ 5 വാല്യൂസ് ഉണ്ട്. അതായത് ഇപ്പം ഈ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3 നിൽക്കുന്നത്. ഇത് നമുക്ക് 5 വരെ കൂട്ടാൻ പറ്റും. 5 വരെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ഔട്ട്പുട്ടായിട്ട് നല്ല സാമ്യത്തിലുണ്ടാവും. അപ്പോൾ നമുക്കത് അതുപോലെ കുറക്കാനും പറ്റും. ആ ഒരു കോൺസെപ്റ്റിനാണ് ഇമേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റുള്ള ടൂളുകളിലും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനിയിപ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ 3D റെൻഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാറ്റി, ഇപ്പം ഞാൻ അനിം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഫണ്ണി പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കാണാൻ പറ്റും നല്ല നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ടെഡി ബിയർ ബേസ് ആണെങ്കിലും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ നമ്മൾ ഡോഗിൽ നിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഡോഗിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ഇമേജിൽ നമുക്ക് ഫോണൊക്കെ ചിലത് വിയർഡായിട്ടുണ്ടെങ്കിലും ചിലത് നല്ല നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പിക്ചർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ബേസ് പാരൻ്റ് ഇമേജ്. ഇവിടെ ഒരു ടെഡി ബിയർ ആണെങ്കിലും ഇവിടെ നമുക്കതൊരു ഡോഗാണ്. അപ്പോൾ ഈ ഒരു മോഡിനെ നമ്മൾ റിമിക്സ് മോഡ് എന്ന് പറയുന്നത്.
അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡൗൺലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത പിക്ചറിനെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിലേക്കോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക്, ഈ ഒരു പർട്ടിക്കുലർ ഇമേജിൻ്റെ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കറൻ്റ്ലി ഈ ഐഡിയോഗ്രാം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ എല്ലാ ഇമേജസും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പബ്ലിക്കായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ജനറേറ്റ് ചെയ്താലും നിങ്ങൾ ജനറേറ്റ് ചെയ്താലും ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് ആർക്ക് വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഈ ഇമേജ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജനറേറ്റ് ചെയ്ത ഇമേജിന് നമ്മളെ പ്രൊഫൈൽ പിൻ ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ നമ്മളെ പ്രൊഫൈൽ ഒരുത്തർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ച ഇമേജസ് ഒരുപാട് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചത് സെലക്റ്റീവായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഈ പിന്ന്. അതുപോലെ തന്നെ ഈ ലൈക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇമേജ് മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് കൊടുക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ഇമേജിനും മറ്റുള്ളവർക്ക് വന്നിട്ട് ലൈക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ലൈക്ക് ചെയ്യുന്ന പിക്ചറും നമുക്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് കാണാൻ പറ്റും. അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജസും ഇവിടെ നമുക്ക് പിൻഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസും കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇതൊക്കെ മുന്നേ ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചതാണ് എൻ്റെ പ്രൊഫൈലിലോട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയ ചില പിക്ചറുകൾ ഞാൻ പിൻ ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഞാൻ ലൈക്ക് ചെയ്ത ചില പിക്ചറുകളാണ് ഈ ലൈക്ക്ഡ് എന്നുള്ള കോളത്തിൽ കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുക ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നതും ഇപ്പം ഓൾറെഡി നമുക്ക് നിറയെ പിക്ചേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിലത് നമ്മൾ ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലിൽ അതിൻ്റെ ഒരു കോപ്പി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ റിമിക്സ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈക്ക് ചെയ്യുന്ന പരിപാടി ഇതിലുള്ളത്. ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. ChatGPTയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ChatGPTനെ കുറിച്ച് അറിയാത്തവരായിട്ട് പൊതുവേ കുറവാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ChatGPT എന്ന് പറയുന്നത് വേറൊരു AI ടൂളാണ്. ഇത് ഈ ഒരു AI ടൂളോട് നമുക്ക് മനുഷ്യരോട് ഇടപഴകുന്ന പോലെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരോട് പറയുന്ന പോലെ നമുക്ക് ഇങ്ങോട്ടൊക്കെ പറഞ്ഞുതരും. ഇത് ഓരോ തവണയും നമുക്ക് പുതിയ പുതിയ റെസ്പോൺസ്, നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിന് കണക്കായിട്ടുള്ള റെസ്പോൺസ് അത് തന്നെ തരും. ഒരു ടൂളിനോട് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെ നമുക്കൊരു കുക്കിംഗ് റെസിപ്പി ഉണ്ടാക്കാം, എങ്ങനെ ഒരു ചാനലിന് വേണ്ടുന്ന പേര് നമുക്ക് ഉണ്ടാക്കാം, ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ എങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിലോട്ട് നമുക്ക് കൂടുതൽ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു ചെറിയൊരു ടീഷർട്ട് ഡിസൈനുള്ള ഒരു ഐഡിയ പോലെ ഞാൻ ChatGPTയോട് ചോദിക്കാൻ പോകുന്നു. ChatGPTൻ്റെ സൈറ്റിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാൻ പറയാണ്, വാട്ട് ആർ ദ സം ടീഷർട്ട് ഐഡിയാസ് ഇൻ ബോഡി ബിൽഡിംഗ് നിഷ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ച് നിങ്ങൾ എന്തിലാണോ ടീഷർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കൊടുക്കാം. ചിലർ കോഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് തീമിലാണ് ഞാൻ ഇത്രയും നേരം ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഐഡിയാസ് വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഐഡിയോഗ്രാമിലോട്ട് കൊടുത്ത് നമുക്ക് ഒരു ടീഷർട്ടിൻ്റെ ഡിസൈൻസ് നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റൈൽസൊക്കെ യൂസ് ചെയ്തിട്ട് ലോഗോസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ടീഷർട്ടിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെയ്ത് വെച്ച ടീഷർട്ടിൻ്റെ ഡിസൈനുകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വേറൊരു AI ടൂളിൻ്റെ സഹായത്തോടെ ഞാൻ ഇതിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു AI ടൂളാണ് clipdrop.co. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ ഡിസൈന് വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് മോക്കപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പാരൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ടീഷർട്ട് ഒരുമാതിരിപ്പെട്ട ഡിസൈൻസൊക്കെ കാണിക്കും. അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. ഇപ്പം എന്താ പറയുക പ്രിൻറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ്, അങ്ങനെ നമുക്കിപ്പം ഫോണിൻ്റെ കവർ ഡിസൈൻ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് സ്മാർട്ട് ഫോൺ കേസസിൻ്റെ ഇതുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ചുമ്മാ ഒരു ടീഷർട്ടിൻ്റെ ഡിസൈൻ പോലെ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്, എങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മെൻസ് ടീഷർട്ടിൻ്റെ ചുമ്മാ കൊടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ടീഷർട്ടിൻ്റെ ഇതിൽ എങ്ങനെ നമ്മളത് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ നേരത്തെ എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഇമേജ്, അതായത് ഐഡിയോഗ്രാമിൽ ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്, ഓപ്പൺ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ടീഷർട്ട് ആ രീതിയിലുള്ള ഒരു ഡിസൈന് പോലെ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്താ പറയുക ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇനി ഒരുപാട് അവൈലബിളായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഒരു ഐഡിയോഗ്രാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം, നമുക്ക് അതിലെങ്ങനെ വേണ്ടുന്ന രീതിയിലുള്ള ലോഗോസും വിത്ത് ക്യാപ്ഷൻസ് വിത്ത് ടെക്സ്റ്റ് കൂടെ കൊണ്ടുവരാം, അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വരും വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലിസ്റ്റ് ചെയ്യാനും പറ്റും. കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ദയവായി ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫൈ കിട്ടുന്നതായിരിക്കും. സോ വീണ്ടും ഒരു നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.